അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? ഇന്നിവിടെ എന്താ പറയുക, ഇന്നല്ല മൊത്തത്തിൽ തണുപ്പായതുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് നല്ല തൊണ്ടവേദനയും മറ്റേ ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ സെറ്റായി വരുന്നേ ഉള്ളു. ഇവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഇന്ന് ബീഫാണ്. അപ്പോൾ എനിക്ക് ബീഫിന് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള റൈസ് എന്ന് പറയുന്നത് മഞ്ഞ റൈസാണ്. മഞ്ഞ മീൻസ് ആ ഒരു തേങ്ങാച്ചോറാണ് എനിക്ക് കൂടുതലായിട്ട് ഒരു കോംബോ തോന്നാറുള്ളത്. ഞാൻ ഗീ റൈസും ചപ്പാത്തിയൊക്കെ കൂടി കഴിക്കും, എന്നാലും എനിക്കിത് ഈ ഒരു രീതിയിൽ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇന്ന് എന്തായാലും ആ ഒരു റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ അത്യാവശ്യം ഇട്ട് എന്താ പറയുക, വേപ്പിലയും ജീരകവും ഒക്കെ കൂടിയിട്ടുള്ള ആ ഒരു റൈസാണ് ഇന്നിവിടെ സെറ്റാക്കുന്നത്. പിള്ളേർക്കും ഇഷ്ടമാണ്, കാരണം ഈ റൈസ് ചുമ്മാതായാലും പിള്ളേർക്ക് കഴിക്കാം. അപ്പോൾ ഞാൻ എന്താ പറയുക, ഓൾറെഡി ബീഫൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ റൈസും കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റാവുന്ന ടൈം കൊണ്ട് നമുക്ക് ബീഫിനെയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ബീഫ് സെറ്റാക്കുമ്പോൾ അത്യാവശ്യം ഉള്ളി ഇട്ടിട്ടാണ് ഞാനിവിടെ കാച്ചിയെടുക്കുന്നത്. നമ്മൾക്ക് സബോളയും ഉള്ളിയും തമ്മിലുള്ള ആ ഒരു എന്താ പറയുക ഡിഫറൻസ് നല്ലൊരു ഡിഫറൻറ്റ് തന്നെയാണ്. എനിക്കങ്ങനെയാണ് തോന്നാറുള്ളത്. കാരണം ആ ടേസ്റ്റ് പക്ക ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ആ ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റി വയ്ക്കുന്ന ആ ഒരു ബീഫ് റോസ്റ്റാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ബീഫ് റോസ്റ്റ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ചോറും ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. പള്ളിക്കൽ നിന്നൊക്കെ കിട്ടുന്ന ചോറ് എന്ന് പറയുമ്പോൾ കുറച്ച് ഡ്രൈ ആയിരിക്കും, മീൻസ് വെവ് കുറച്ച് കുറവായിരിക്കും. എനിക്ക് അത്യാവശ്യം വെവും ഒക്കെയുള്ള ആ ഒരു റൈസാണ് എനിക്കിഷ്ടം. അപ്പോൾ അതവിടെ റൈസ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. പിള്ളേർക്ക് കൊടുക്കുകയാണെങ്കിലും നമുക്ക് അത്യാവശ്യം വെവ് വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റൈസൊക്കെ കഴിച്ച്. അപ്പോൾ ഇന്ന് സേറാക്ക് സൈക്കിൾ വാങ്ങിയ ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് സേറ കുറേയായി പറയുന്നത് പുറത്തോട്ടിറങ്ങ് സൈക്കിൾ ഓടിക്കുന്നത്. അപ്പോൾ തണുപ്പായ കാരണം ഞാൻ കുറച്ചൊന്ന് കഴിയട്ടെ എനിക്ക് അപ്പോൾ അത് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഈ റൈസൊക്കെ കഴിച്ചിട്ട് അവിടെ കൊണ്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ് ഞങ്ങൾ. മീൻസ് ജസ്റ്റ് പാർക്കിലേക്കാണ്. സൈക്കിൾ വാങ്ങുമ്പോൾ പിങ്ക് തന്നെ വാങ്ങണം എന്നവൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല പിങ്ക് കളറുള്ള നല്ലൊരു സൈക്കിൾ തന്നെയാണ്. കണ്ട മൊത്തത്തിലൊരു വെറൈറ്റി മോഡലൊക്കെയാണ്. അപ്പോൾ അവളും ഇന്ന് പിങ്കിലാണ് വന്നിട്ടുള്ളത്. പിങ്ക് ഡ്രസ്സും പിങ്ക് ചെരുപ്പൊക്കെ ആയിട്ടാണ് അവളും ഇന്ന് പാർക്കിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് നേരം പാർക്കിൽ കളിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ അത്താഴത്തിൻ്റെ ഒരു ടൈമാണ്. അപ്പോൾ അത്താഴം കൂടി കാണിക്കാമെന്ന് വിചാരിച്ച്. എനിക്ക് എന്തെങ്കിലും സുഖമില്ലായ്മൊക്കെ വരുമ്പോൾ ഞാൻ ചൂട്ടോടെ എന്തെങ്കിലും ആക്കി കഴിക്കാൻ എനിക്കിഷ്ടം. അതിപ്പോൾ നോർമലി ബ്രേക്ക്ഫാസ്റ്റ് ആയാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ മുട്ട എടുത്തിട്ടുള്ള കാരണം എന്തായാലും ഊഹിക്കാം സ്മൂത്തി അല്ലെന്ന്. അപ്പോൾ 2 മുട്ടയും അതുപോലെ ഒരു ബനാനയും കുറച്ച് കൊക്കോ പൗഡറൊക്കെ കൂടിയിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യട്ടെ. അപ്പോൾ അതാ നല്ലപോലെ ബ്ലെൻഡായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് കുറച്ച് ഗോതമ്പ് പൊടി കൂടി ചേർത്തിട്ട് നന്നായി ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് പാൻ കേക്കാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമല്ല. പക്ഷെ പാൻ കേക്ക് ആണെങ്കിൽ കൂടി ഞാനിതിലോട്ട് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ എസനസോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. ഒന്നാമത് അത്താഴത്തിൻ്റെ ടൈമിൽ അങ്ങനെ എസനസ് ആ സംഭവങ്ങളൊന്നും ചേർക്കാതെ സിമ്പിളായിട്ടുള്ളൊരു പാൻ കേക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മധുരം അത്യാവശ്യം ബനാനയ്ക്ക് മധുരമുള്ള കാരണം പിന്നെ എക്സ്ട്രാ മധുരമൊന്നും ചേർക്കേണ്ട. പിന്നെ അവസാനം നമുക്ക് കുറച്ച് ഹണി ഒന്ന് ചേർത്തിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ ഞാനിവിടെ അത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ബട്ടറാണ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കിനി ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഓരോന്നോരോന്ന് ഉണ്ടാക്കി അപ്പോൾ കഴിക്കാനാണ് എനിക്കിഷ്ടം. കാരണം തൊണ്ടയ്ക്ക് ഒരു സുഖം കിട്ടുമല്ലോ ചൂട്ടോടെ കഴിക്കുമ്പോൾ. അപ്പോൾ എനിക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഞാൻ ഇടയ്ക്കൊക്കെ ഇതുപോലെ ചെയ്യാറുണ്ട്.
നല്ല സോഫ്റ്റാണ് കേട്ടോ, ഒന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റാണ്. രണ്ട് സൈഡും കണ്ടോ, ഈ ഒരു രീതിക്കാണ് എനിക്ക് കിട്ടാറ്. അപ്പോൾ കുറച്ചും കൂടി ഹണി സ്പ്രെഡ് ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റ്, ഒരു മധുരമൊക്കെ കുറച്ചും കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം, അതല്ല ചുമ്മാതായാലും കഴിക്കാം, നല്ലതാണ്. അത്യാവശ്യം കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാൻ അത്താഴം കഴിക്കുന്നത്. എല്ലാവരും അത്താഴം എന്നൊക്കെ പറയുമ്പോൾ നല്ല മീൻകറിയും ചൂട് ചോറും മോര് കറിയും ഉപ്പേരിയും എന്താ പറയുക മീൻ വറുത്തതൊക്കെ കൂട്ടി കഴിക്കാനായിരിക്കും പലർക്കും ഇഷ്ടം. പക്ഷെ ഞാൻ നോമ്പ് തുടങ്ങി പിന്നെ എന്താ പറയുക പുറത്തോട്ടൊക്കെ പോകുമ്പോൾ കഴിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഈ ഒരു രീതിക്കല്ല, എന്താണ് എന്നുവെച്ചാൽ ആ ഒരു ഇതിൽ കഴിക്കാറുണ്ട്. പക്ഷെ എന്നാലും വീട്ടിൽ ഒട്ടും അങ്ങനെ കഴിക്കാറില്ല. എനിക്ക് ഈ ഒരു രീതിക്കൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കഴിക്കാനാണ് എനിക്കിഷ്ടം.